എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിക്ക വീഡിയോസും ഞാൻ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. പക്ഷെ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ്. നമ്മളെല്ലാവരെയും കേരളക്കരെ ആകെ വിഷമിപ്പിച്ച, സങ്കടപ്പെടുത്തിയ ദാരുണമായ ഒരു സങ്കടമായിപ്പോയി കോട്ടയടുത്ത് ഒരു കുടുംബത്തിൽ ഒന്നും അറിയാതെ, ഒരു സൂചന പോലും ഇല്ലാതെ ഉരുൾപൊട്ടലിലൂടെ മരിച്ച അമ്മയും മകനും, റെജീനയും ജോസഫീനും. ഓരോ ന്യൂസ് വായിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ മലയാളികളും ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വീഴാതെ ആ ന്യൂസ് വായിച്ചു കഴിയാനായിട്ട് പറ്റുന്നില്ല. അത്രയ്ക്ക് ദാരുണമായൊരു സങ്കടമായിപ്പോയി. നമ്മളെപ്പോലെ തന്നെ ഒന്നും അറിയാതെ രാത്രി കിടന്നുറങ്ങി ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലിൻ്റെ എന്തെങ്കിലും ഒരു സൂചനയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതി ഒന്നും അറിയാതെ കിടന്നുറങ്ങിയവരാണ്. രാവിലെയാണ് ഈ സംഭവം എന്നാണ് മനസ്സിലായത്. ജോസഫിൻ്റെ ഫാദർ അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം അടുത്ത വീട്ടിൽ ഒരു സുഹൃത്തിന് വയ്യാതെ ആയിരുന്നിട്ട് അവിടെ കൂട്ട് കിടക്കാനായിട്ട് പോയതാണ്. 2 സഹോദരികൾ അവർ കല്യാണം കഴിച്ചു കൊടുത്ത വീടുകളിലായിരുന്നു. പിന്നെ ഈ ജോസഫിന് ഒരു ബ്രദറും ഉണ്ടെന്നാണ് ന്യൂസ് ഇവിടെ മനസ്സിലായത്. ആ കൊച്ച് ജോലിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് പോയിരിക്കുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ന്യൂസിൽ നിന്ന് മനസ്സിലായത്. ഈ ജോസഫിന് കുറച്ച് നാളുകൾക്ക് മുൻപ് കാലിന് ഫ്രാക്ചറായിട്ട് കാലുമ പ്ലാസ്റ്റർ ഇട്ടിരിക്കുമായിരുന്നു. നിങ്ങളെല്ലാവരും ന്യൂസ് കണ്ടു കാണും, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണതാണേ. പ്ലാസ്റ്റർ ഇട്ട് ഇരുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ഒരു പെട്ടെന്നൊരു ആ ഒരു ദുരന്തം അങ്ങ് വന്നു കഴിഞ്ഞപ്പം ഓടാൻ ശ്രമിക്കാൻ പോലും പറ്റിയില്ല മകന്. കാരണം ഈ പ്ലാസ്റ്റർ ആകുമ്പോൾ നമുക്ക് നല്ല ഹെവി ആണല്ലോ ഈ പ്ലാസ്റ്റർ. അപ്പോൾ ആ ബെഡിൽ തന്നെ കിടക്കുമായിരുന്നു കാണും, കട്ടിലിൽ അനങ്ങാൻ വയ്യാതെ. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് ചിലപ്പം ഓടി രക്ഷപ്പെടാമായിരുന്നു കാണും. എന്നിട്ടും ഓടി രക്ഷപ്പെടാതിരുന്നത് ഒരു അമ്മയുടെ, അതിനാണ് അമ്മ എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മളും ചിലപ്പോൾ ആ സ്ഥാനത്ത് നമ്മളും പോവില്ലായിരിക്കും. നമ്മുടെ മകനോ മകളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ തൊട്ടടുത്ത് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ അറിയുമ്പോൾ ചിലപ്പോൾ നമ്മളും അവിടെ തന്നെ നമ്മൾ നിന്നു പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. അമ്മയ്ക്ക് രക്ഷപ്പെടാമായിരുന്നിട്ടും രക്ഷപ്പെടാതെ മകന് വേണ്ടിയിട്ട് ജീവൻ പൊലിഞ്ഞ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ന്യൂസിൽ കൂടെ മനസ്സിലാവുന്നത്. അവരുടെ ആ ഫാദറിൻ്റെ ഒരവസ്ഥ, അടുത്ത വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയിട്ട് അവിടുന്ന് രാവിലെ കിട്ടുന്നൊരു ന്യൂസ്, ഇത് ഭയങ്കര ഒരു വിഷമായിപ്പോയി. ആ റെജീനയ്ക്കാണെങ്കിൽ ഒരു അധികം പ്രായം പോലും ഇല്ല, ഒരു ബിലോ 50 ഉള്ളൂ. കൊച്ചു മോനാണെങ്കിൽ ഒരു 21-22 ഇയേഴ്സേ ഉള്ളൂ. അവരാണെങ്കിൽ അവരുടെ സ്വപ്നം കണ്ട വീട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാത്തിരുന്ന് അവർ ഉണ്ടാക്കിയ വീടാണ്. 2 വർഷം മുൻപ് ഉണ്ടാക്കിയ വീട്. വീടും പണവും ബാക്കി സാധനങ്ങളൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പോലും ബാക്കില്ല. എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന ഓരോ ആൾക്കാർക്കും അവർക്കൊരു ആശ്വാസവാക്ക് പോലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. എന്തായാലും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് നമ്മുടെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം, ആദരാജ്ഞലികൾ അമ്മയ്ക്കും മകനും ആ കുടുംബത്തിന്. ഇത് ദൈവം തന്നെ ധൈര്യം കൊടുക്കട്ടെ. ഇത് ഈ ഒരു അതീവ ദുഃഖം താങ്ങാനും മുന്നോട്ട് പോകാനും, അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളും ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമകളും എല്ലാം അവർക്ക് താങ്ങായിട്ടും തണലായിട്ടും ഉണ്ട്. അപ്പം ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. അപ്പോൾ ഒരിക്കൽ കൂടി റെജീനയ്ക്കും മകനും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ആദരാജ്ഞലികൾ ഒരുപാട് സങ്കടത്തോടെ നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാണ്ട് രാത്രി സമയങ്ങളിൽ വെള്ളം കയറി എന്നുള്ള ന്യൂസ് നമ്മൾ ഫേസ്ബുക്കിലൂടെയും മാധ്യമങ്ങളിലൂടെയും കാണുന്നുണ്ട്. അതിൽ നമ്മുടെ മന്ത്രിയായിരുന്ന PC ജോർജ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ പെട്ടെന്ന് വെള്ളം കയറി, അവർ മുകളിലത്തെ നിലയിലേക്ക് പോയി, അങ്ങനെ അവിടെയായിരുന്നു രാവിലെ വരെ എന്ന് പറഞ്ഞു. ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കൂട്ടിച്ചേർത്തത്, എൻ്റെ നാശനഷ്ടമൊന്നും എനിക്കൊരു കാര്യമല്ല, പക്ഷെ അടുത്ത ആ കുടുംബത്തിൽ പൊലിഞ്ഞുപോയ 2 പേരുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും അതീവ ദുഃഖമെന്ന് അദ്ദേഹം ആ ഒരു ടോക്കിൽ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. പിന്നെ വേറൊരു വീട്ടിൽ ഇതുപോലെ തന്നെ അവരും ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാണ്ട് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കയറി. അപ്പോൾ അവർ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. സാധനങ്ങളല്ലല്ലോ ആ സമയത്ത് നോക്കുന്നത്, ജീവനാണല്ലോ. അവർ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പോയി. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് അവർ ഓർത്തത്, അയ്യോ പട്ടിയും
ആടും ഒക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. പട്ടിയെ ഇട്ടിരുന്ന കൂടിൻ്റെ ആ ഒരു കൊളുത്ത് അവർക്ക് തുറന്നു കൊടുക്കാൻ പറ്റിയില്ലല്ലോ നേരത്തെ അവർ വിഷമിച്ചിരിക്കുമായിരുന്നു. പക്ഷെ എങ്ങനെയോ ആ കൊളുത്ത് തുറന്നു കിടക്കുമായിരുന്നു. ആ പട്ടിക്കുട്ടിയും രക്ഷപ്പെട്ടു, ആടും രക്ഷപ്പെട്ടു. എന്നിട്ട് അവരതിനകത്ത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ വേറൊരു വീട്ടിലായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രാവിലെ ഒരു 7-7:30 വരുന്നത്. പക്ഷെ അവർ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ജനങ്ങളും സംഘടനകളും അവരെല്ലാവരും ആ വീട്ടിൽ വന്ന് ആ ചെളിയൊക്കെ വൃത്തിയാക്കാനും എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയാക്കാനുള്ള ജോലിയൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് അദ്ദേഹം ആ കുടുംബനാഥൻ ഇതിനകത്ത് കുറിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി അല്ലേ. അപ്പോൾ അവർ പറയുമായിരുന്നു, ഞങ്ങളുടെ ഉണ്ടായിരുന്ന വീടിനേക്കാളും നല്ല വീടായിക്കൊണ്ടിരിക്കുന്നു, അത്രയും മാത്രം ഇവരെല്ലാവരും ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് കണ്ടു. അപ്പോൾ ഇന്നലെ രാത്രി വരെ നമ്മളെല്ലാവരും ആകുലരായിരുന്നു, നാട്ടിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് ഇവിടുന്ന് ലീവിന് പോയിരിക്കുന്നു. അതുപോലെ എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്താണെങ്കിൽ പുഴയും കൂടി ഉണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങളും ആകെ പറയിടായിരുന്നു. പക്ഷെ ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പം ഇന്നലെ രാത്രി മുതൽ മഴയ്ക്കൊരു ശമനമുണ്ട്. ഇന്നും മഴ അധികം പെയ്തിട്ടില്ല, വെള്ളമെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ആരും ആശങ്ക വേണ്ട എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളും എൻ്റെ ഈ ചാനൽ കാണുന്നവരുടെയൊക്കെ വീടുകളിലും എല്ലാവരും സേഫായിട്ടിരിക്കുക, കൂടുതൽ യാത്ര ചെയ്യാതിരിക്കുക. എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, ഈ മാധ്യമങ്ങളും പിന്നെ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യുക. എല്ലാവരും സ്റ്റേ സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ഒരിക്കൽ കൂടി റെജീനയ്ക്കും മകനും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഒരുപാട് സങ്കടത്തോടെ നമ്മളും പങ്കുചേരുന്നു.